ജാക്സന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം ഒടുവിൽ സവർക്കറിൽ തന്നെ എത്തി നിൽക്കുന്നുണ്ട്. അതിനുമുമ്പ് ലണ്ടനിലെ ഇന്ത്യൻ ഹൗസിൽ വെച്ച് നടന്ന ഒരു കൊലപാതകത്തിലും സവർക്കർക്ക് പങ്കുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു അതിന്റെ മാസ്റ്റർ മൈൻഡ്. ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഇംഗ്ലണ്ടിൽ വെച്ച് വിചാരണ നടക്കുകയാണെങ്കിൽ ശിക്ഷ വളരെ കുറവായിരിക്കുന്ന ഒരു ബാരിസ്റ്റർ കൂടിയായിട്ടുള്ള സവർക്കർക്ക് അറിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ധാരണ തെറ്റിച്ചുകൊണ്ട് ഇന്ത്യയിൽ വെച്ചിട്ടാണ് വിചാരണ നടത്തിയത്. അതിനുവേണ്ടി അദ്ദേഹത്തെ കപ്പലിൽ ഇന്ത്യയിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഫ്രാൻസിന്റെ തീരത്ത് വെച്ചിട്ട് അദ്ദേഹം കപ്പലിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഫ്രാൻസിന്റെ തീരത്ത് അടിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും ബ്രിട്ടന്റെ കയ്യിലാക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെത്തിയ ഇദ്ദേഹത്തിന് ഇരട്ട ജീവപര്യന്തമാണ് ലഭിക്കുന്നത്, അതായത് 50 വർഷം. 1911 ജൂലൈയിലാണ് അദ്ദേഹം ആൻഡമാനിലെത്തുന്നത്. ആൻഡമാനിലെത്തിയ സവർക്കർ ഒരു കാര്യം ഉറപ്പിച്ചു, തൻ്റെ ലൈഫ് ഇവിടെ തീരാൻ പോവുകയാണെന്നുള്ളത്. കാരണം ജയിലിലെത്തുന്ന സമയത്ത് അദ്ദേഹത്തിന് 27 വയസ്സായിരുന്നു. അദ്ദേഹം പുറത്തിറങ്ങുമ്പോൾ 77 വയസ്സാവുന്നുണ്ട്. ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രകാരനായ വിക്രം സമ്പത്തിനെയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. വിക്രം സമ്പത്ത് തന്നെ പറയുന്നത് ആൻഡമാനിലെത്തി ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ആദ്യത്തെ മാപ്പപേക്ഷ സവർക്കർ സമർപ്പിച്ചു എന്നാണ്. അതായത് 2 മാസം കൊണ്ട് സവർക്കർ തൻ്റെ ആദ്യത്തെ മേഴ്സി പെറ്റീഷൻ സമർപ്പിക്കുന്നുണ്ട്. അതിനൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. ജോർജ് 5 രാജാവായി പ്രഖ്യാപിക്കപ്പെടുന്നതിന് സമയങ്ങളാണത്. അതായത് അതിൻ്റെ ഒരു ബെനിഫിറ്റ് കിട്ടുമെന്ന് കരുതിയിട്ടാണ് മാപ്പപേക്ഷിക്കുന്നത്. അത് പക്ഷേ റിജക്റ്റ് ചെയ്യപ്പെട്ടു. 1912 ഒക്ടോബറിൽ വീണ്ടും അദ്ദേഹം മാപ്പപേക്ഷിക്കുന്നുണ്ട്, അതും റിജക്റ്റ് ചെയ്യപ്പെട്ടു. ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ നടക്കുന്ന മനുഷ്യത്വ വിരുദ്ധമായ പീഡനങ്ങൾ പുറത്തറിയുന്നുണ്ട്, ഇന്ത്യൻ മെയിൻലാൻഡിൽ അറിയുന്നുണ്ട്. അതിനെ തുടർന്ന് പ്രതിഷേധം ഉണ്ടാവുന്നുണ്ട്. ഇത് അന്വേഷിക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ വരുന്നുണ്ട്. സെല്ലുലാറിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ അന്വേഷിക്കാൻ വേണ്ടി വരുന്ന കമ്മീഷന് മുമ്പിലും സവർക്കർ തൻ്റെ മേഴ്സി പെറ്റീഷൻ വെക്കുന്നുണ്ട്. സവർക്കർ ജയിലിനകത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പുറത്തു വിടണമെന്നുള്ളതായിരുന്നു അതിൻ്റെ ഭാഷ. അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1914 വീണ്ടും പെറ്റീഷൻ സമർപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം 1-ാം ലോകമഹായുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അത് തടവുപുള്ളികളെ സാധാരണഗതിയിൽ യുദ്ധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്, അത് മുതലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് യുദ്ധത്തിന് തയ്യാറാണെന്നുള്ള രീതിയിൽ സവർക്കർ പറയുന്നുണ്ട്. അതും റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1915 സവർക്കറുടെ ഭാര്യയും സവർക്കറുടെ സഹോദരൻ്റെ ഭാര്യയും മേഴ്സി പെറ്റീഷൻ കൊടുക്കുന്നുണ്ട്, അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. 1917 20 പെറ്റീഷൻ നൽകുന്നുണ്ട്. 20 പെറ്റീഷന് ഒരു പ്രത്യേകതയുണ്ട്. 1920 പെറ്റീഷനെ കുറിച്ച് വിക്രം സമ്പത്തിനെ പറയുന്ന നരേഷൻ എന്ന് പറയുന്നത് ഗാന്ധിയുടെ സമ്മർദ്ദം കാരണമാണ് സവർക്കർ മേഴ്സി പെറ്റീഷൻ നൽകി എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൽ സംഭവിക്കുന്നത് സവർക്കറുടെ അനിയൻ നാരായൺ റാവു ഗാന്ധിയുമായി കത്തിടപാട് നടത്തുന്നുണ്ട്, തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ഗാന്ധി പക്ഷേ ഇതിന് നൽകുന്ന മറുപടി മറ്റൊന്നാണ്. ഗാന്ധി എന്നുള്ള രീതിയിൽ പുള്ളിയല്ല അതിനകത്ത് ഇടപെടേണ്ടത്, പകരം ഒരു മാസ് മൂവ്മെൻറ്റ് ഉണ്ടാവണമെന്നാണ് പുള്ളി പറയുന്നത്. ഇതിനെ തുടർന്ന് 1920 പൊതുമാപ്പിൻ്റെ ഭാഗമായിട്ട് കുറച്ചധികം വിപ്ലവകാരികളെ പുറത്തുവിടുന്നുണ്ട്. അതിൽ അലിപ്പൂർ ബോംബ് കേസിലടക്കമുള്ള വിപ്ലവകാരികൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൽ സവർക്കർ സഹോദരങ്ങൾ പെടുന്നില്ല. അതിനെ തുടർന്നാണ് സവർക്കർ വീണ്ടും തൻ്റെ മേഴ്സി പെറ്റീഷൻ കൊടുക്കുന്നത്. ഇത് ദീർഘമായിട്ടുള്ളൊരു പെറ്റീഷനാണ്. അതിൻ്റെ ഭാഷ കൂടുതൽ ദയനീയമാകുന്നുണ്ട്. തന്നെ വിട്ടയക്കുകയാണെങ്കിൽ താൻ ഇനിയൊരു രാഷ്ട്രീയ പ്രവർത്തനത്തിലും ഏർപ്പെടില്ല എന്ന് പറയുന്നുണ്ട്. എല്ലാ അർത്ഥത്തിലും ബ്രിട്ടീഷുകാരോട് ഐക്യപ്പെടാൻ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഷ ഇതിനകത്ത് വളരെ ദയനീയമായിട്ട് മാറുന്നുണ്ട്. ഈ മേഴ്സി പെറ്റീഷന് ശേഷമാണ് ആൻഡമാനിൽ നിന്നും സവർക്കർ രത്നഗിരിയിലേക്ക് എത്തുന്നത്. സെല്ലുലാർ ജയിലിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ ഓരോ സംസ്ഥാനവും തിരിച്ചിട്ട് ഫ്രീഡം മൂവ്മെൻറ്റിൽ ഏർപ്പെട്ടിരുന്ന ആളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ട് സാധാരണഗതിയിൽ സവർക്കറെ കുറിച്ച് മാത്രമാണ് സെല്ലുലാർ ജയിലിനെ കുറിച്ച് പറഞ്ഞു കേൾക്കാറുള്ളത്. ശരിയാണ്, സവർക്കർക്ക് 50 വർഷത്തെ തടവ് ശിക്ഷയാണ് ലഭിച്ചിരുന്നെങ്കിൽ അത്രയും അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ഭഗത് സിംഗിൻ്റെ കൂടെ ഉണ്ടായിരുന്ന മഹാവീർ സിംഗ് അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. മോഹിത് മൊയ്ത്തയും മോഹിത് കിഷോറും അവിടെ നിരാഹാര സമരം കിടന്ന് മരിക്കുന്നുണ്ട്. ബാബു രാംഹരി 21 വർഷമാണ് അവിടെ ജയിലിൽ കിടക്കുന്നത്. ഉല്ലാസ് ദത്ത് 14 വർഷം. ഇങ്ങനെ ധാരാളം പേരുണ്ട്. ശരിയാണ്, സവർക്കർ മാത്രമല്ല മേഴ്സി പെറ്റീഷൻ കൊടുത്തിട്ടുള്ളത്. ആലിപ്പൂർ ബോംബ് കേസിലെ ബരീന്ദ്രകുമാർ ഘോഷും മേഴ്സി പെറ്റീഷൻ കൊടുത്തിട്ടുണ്ട്. 1914 അദ്ദേഹം കടുത്ത പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അങ്ങനെ ചെയ്തു. പക്ഷേ അത് റിജക്റ്റ് ചെയ്യപ്പെടുകയായിരുന്നു. പിന്നീട് 1920 പൊതുമാപ്പിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പുറത്തു പോകുന്നത്. ഇവർ രണ്ടുപേരും ഏകദേശം ഒരു കാലഘട്ടത്തിൽ തന്നെ ജയിലിലുണ്ടായിരുന്നവരാണ്. സവർക്കർ തൻ്റെ ജയിൽ അനുഭവങ്ങൾ എഴുതുന്നുണ്ട്. ആ കുറിപ്പുകളിൽ അദ്ദേഹം പറയുന്നത് ബലൂച്ചികളും അഫ്ഗാനികളുമായിട്ട് വാർഡൻ ഹിന്ദു പ്രതികളെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവരെ മതപരിവർത്തനത്തിന് വേണ്ടി ശ്രമിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. മുസ്ലിം തടവുകാർക്ക് നമസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഘോഷ് ഇതിനെല്ലാം റിജക്റ്റ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ തടവുകാരെ എല്ലാവരെയും ഒരുപോലെ തന്നെയാണ് കണ്ടിരുന്നതെന്നാണ് ഘോഷ് പറയുന്നത്. കാലാപാനിയിൽ എത്തുന്നവരെയുള്ള സവർക്കറുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. രത്നഗിരിയിൽ എത്തിയതിനു ശേഷം അദ്ദേഹം ഉറപ്പ് നൽകിയ പോലെ തന്നെ പബ്ലിക് രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടു നിൽക്കുന്നുണ്ട്. ഹിന്ദുത്വത്തിൻ്റെ ബേസിക് ആശയങ്ങളൊക്കെ അദ്ദേഹം രൂപീകരിക്കുന്നത് ഈ കാലയളവിലാണ്. എസൻഷ്യൽ ഓഫ് ഹിന്ദുത്വം എഴുതുന്നുണ്ട്. ശുദ്ധിപ്രസ്ഥാനം പോലെയുള്ള റീകൺവേർഷൻ മൂവ്മെൻറ്റ്സിൽ ഇടപെടുന്നുണ്ട്. ഹിന്ദി, മറാത്തി, ബംഗാളി ഭാഷകളിൽ കടന്നുകൂടിയ ഉറുദു വാക്കുകൾ മാറ്റി പകരം ശേഷം അവിടെ സംസ്കൃത വാക്കുകൾ കൊണ്ടുവരുന്നുണ്ട്. അതായത് ബ്രിട്ടനെതിരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം മാത്രമാണ് അദ്ദേഹം നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ഈ സമയങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിന് സർക്കാരിൽ നിന്നുള്ള ഡിറ്റൻഷൻ അലവൻസ് ലഭിക്കുന്നത്. മാസം 60 രൂപ വെച്ചാണ് അദ്ദേഹം വാങ്ങിക്കൊണ്ടിരുന്നത്. ഈ അലവൻസിന് വേണ്ടി സർക്കാർ തന്നെ അപേക്ഷിക്കുകയായിരുന്നു. ഏകദേശം 13 വർഷത്തോളം അദ്ദേഹം ഈ അലവൻസ് വാങ്ങിയിട്ടുണ്ട്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടാവണം വിക്രം സമ്പത്തിനെ പോലുള്ള ആളുകൾ ഗാന്ധിയും അലവൻസ് വാങ്ങിയിട്ടുണ്ട് എന്നുള്ള നരേഷൻ സൃഷ്ടിക്കുന്നത്. ശരിയാണ്,
ഗാന്ധിക്കടക്കമുള്ള ആളുകൾക്ക് അലവൻസ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ ഗാന്ധി തന്നെ അത് നിരസിക്കുകയായിരുന്നു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഗാന്ധിക്ക് അലവൻസ് ലഭിക്കുന്നത് ജയിലിൽ വെച്ചിട്ടാണ്. സവർക്കർ പക്ഷേ തൻ്റെ വീട്ടിലെ ചിലവുകൾക്ക് വേണ്ടി തന്നെയാണ് ഈ 60 രൂപ വാങ്ങിയിരുന്നത്. 60 രൂപ എന്ന് പറയുന്നത് വിനിമയ നിരക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്നത്തെ നിലവിൽ ഒരു 50,000 രൂപ 55,000 രൂപയൊക്കെ വരും ഒരു മാസത്തെ ചിലവ് എന്ന് പറയുന്നത്. 37 അദ്ദേഹം മോചിപ്പിക്കപ്പെട്ടു. അതിനുശേഷം അദ്ദേഹം ഹിന്ദു മഹാസഭയുടെ പ്രസിഡന്റായിട്ട് മാറുന്നുണ്ട്. 40-42 കാലഘട്ടങ്ങളിൽ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് പ്രവിശ്യകളിലേക്ക് മത്സരിക്കുന്നുണ്ട്. അവരുമായി ചേർന്ന് ഭരണം നടത്തുന്നുണ്ട്. പിന്നീടുള്ള ചരിത്രമൊക്കെ നമുക്കറിയാം. കൊല്ലപ്പെടുന്നുണ്ട്, അതിൽ ആരോപണ വിധേയനാവുന്നുണ്ട്. മരണപ്പെടുന്നതിന് മുമ്പായിട്ട് കപൂർ കമ്മീഷൻ വരുന്നുണ്ട്. കപൂർ കമ്മീഷനിൽ സവർക്കറെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുണ്ട്.